നമസ്കാരം, ഞാൻ സ്നേഹ അൽസബ ജേക്കബ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നിലപാട് തിരുത്തി കോടിയേരി. കിഫ്ബി മസാല ബോണ്ടിലെ വിവാദം കനക്കുന്നതിനിടെ നിലപാട് തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. SNC ലാവ്ലിൻ കമ്പനിയിൽ പ്രാതിനിധ്യമുള്ള CDPQ എന്ന സ്ഥാപനത്തിന് കിഫ്ബിയിൽ നിക്ഷേപമുണ്ടെന്ന് കോടിയേരി. ലാവ്ലിനുമായി ബന്ധമുണ്ടെന്ന് കരുതി ഇവരുടെ നിക്ഷേപം വാങ്ങുന്നതിൽ തടസ്സമില്ല. വിഷയം കൈകാര്യം ചെയ്യുന്നത് ധനമന്ത്രാലയമാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ കോടികളുടെ നിക്ഷേപം കമ്പനി നടത്തിയിട്ടുണ്ടെന്നും കോടിയേരി. പുതിയ നിലപാട് SNC ലാവ്ലിനുമായി മസാല ബോണ്ടിലെ നിക്ഷേപത്തിന് ഒരു ബന്ധവുമില്ലെന്ന് ഇന്നലെ പറഞ്ഞതിന് പിന്നാലെ കിഫ്ബി മസാല ബോണ്ടിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നേരത്തെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. SNC ലാവ്ലിനുമായി പങ്കാളിത്തമുള്ള കമ്പനി മസാല ബോണ്ട് വാങ്ങിയ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. വിവാദം ശക്തമാകുന്നതിനിടെ കിഫ്ബി മസാല ബോണ്ട് വ്യാപാരം തുടങ്ങുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അടുത്ത മാസം 17-ന് നടക്കുന്ന പൊതുപരിപാടിയിലേക്കാണ് മുഖ്യമന്ത്രിക്ക് ക്ഷണം ലഭിച്ചത്. ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടും. ഇത്തരം ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കുന്ന ആദ്യ മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ. ഒളിക്യാമറയിൽ വിശദീകരണം. ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. ദേശീയ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലെ ദൃശ്യങ്ങളിൽ കൃത്രിമം നടത്തിയെന്ന് രാഘവൻ പരാതി നൽകിയിരുന്നു. നാളെ ജില്ലാ വരണാധികാരിക്ക് മൊഴി നൽകുന്നത് ഈ പരാതിയുടെ കൂടെ അടിസ്ഥാനത്തിൽ. ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ കളക്ടർ പറഞ്ഞിരുന്നു. രാഘവനെതിരായ ആരോപണം പാർട്ടി അന്വേഷിക്കാനും തീരുമാനം. കോഴ ആരോപണത്തിൽ രാഘവന് ജാഗ്രത കുറവുണ്ടായെന്ന് പാർട്ടിയുടെ വിലയിരുത്തൽ. രാഘവന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലവും പാർട്ടി അന്വേഷിക്കും. തിരഞ്ഞെടുപ്പ് ചെലവുകളെക്കുറിച്ച് അടക്കമുള്ള രാഘവന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. രാഘവനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് CPM തിരഞ്ഞെടുപ്പ് ഓഫീസറെ സമീപിച്ചിട്ടുണ്ട്. മോദിയും ശബരിമലയിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശബരിമലയിലെത്തിക്കാൻ നീക്കവുമായി BJP. ഈ മാസം 12-ന് ആദ്യഘട്ട പ്രചാരണത്തിനായി മോദി കേരളത്തിലെത്തും. ഏപ്രിൽ 18-ന് രണ്ടാം ഘട്ട പ്രചാരണത്തിനെത്തുമ്പോൾ ശബരിമല സന്ദർശിപ്പിക്കാൻ BJP ശ്രമം. തിരുവനന്തപുരത്തും കോഴിക്കോടും നടക്കുന്ന BJPയുടെ തിരഞ്ഞെടുപ്പ് വേദികളിലാണ് മോദി പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തും. മോദി ശബരിമല ദർശനം നടത്തിയാൽ BJPക്ക് വലിയ നേട്ടമാകുമെന്ന വിലയിരുത്തലിൽ സംസ്ഥാന നേതൃത്വം. എല്ലാ മണ്ഡലങ്ങളിലും മോദിയുടെ സന്ദർശനം ഗുണം ചെയ്യും. പ്രധാനമന്ത്രിക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ എത്തിക്കാനും നീക്കം ശക്തമാക്കുന്നുണ്ട്. CBI വരണം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് വീണ്ടും ഉന്നയിച്ച് കോൺഗ്രസ്. കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോൺഗ്രസ് നേതാവ് AK ആന്റണി. കേസിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ എതിർക്കരുത്. മുഖ്യമന്ത്രി തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടണം. CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ കൊലപാതകത്തിന് പിന്നിൽ CPM ആണെന്ന ധാരണ എല്ലാവർക്കും ഉണ്ടാകുമെന്നും AK ആന്റണിയുടെ കുറ്റപ്പെടുത്തൽ. പ്രതികരണം. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി ജില്ലയിലെത്തിയ ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ചതിനു ശേഷം താക്കീതുമായി ഖുറേഷി. പാകിസ്ഥാനെതിരെ വീണ്ടും ആക്രമണം നടത്താൻ ഇന്ത്യ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഏപ്രിൽ 16-നും 20-നും ഇടയിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി. ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്ന് ലഭിച്ച വിവരം ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗങ്ങളെ അറിയിച്ചു. ഇന്ത്യയുടെ ഉത്തരവാദിത്തരഹിതമാണ് പെരുമാറ്റത്തിന് കർശന താക്കീത് നൽകും. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇക്കാര്യം രാജ്യത്തോട് വെളിപ്പെടുത്തുമെന്നും ഖുറേഷി. വിമർശിച്ച് മായാവതി. BJPക്കും കോൺഗ്രസിനും രൂക്ഷ വിമർശനവുമായി BSP അധ്യക്ഷ മായാവതി. കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ ഇരുവശമെന്ന് മായാവതി. കാവൽക്കാരൻ എന്ന വാദവും പൊള്ളത്തരവും കൊണ്ട് വോട്ട് നേടാനാകില്ല. തെറ്റായ നയങ്ങളും പ്രവർത്തികളും കാരണം BJPക്ക് അധികാരം നഷ്ടപ്പെടും. മായാവതിയുടെ വിമർശനം ഉത്തർപ്രദേശിൽ നടന്ന SP-BSP RLD മഹാസഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ. കോൺഗ്രസിന്റെ നായ് പദ്ധതിക്ക് മായാവതിയുടെ വിമർശനം. 6000 രൂപയ്ക്ക് പകരം സർക്കാർ സ്വകാര്യ മേഖലയിൽ തൊഴിലാണ് തങ്ങൾ വാഗ്ദാനം ചെയ്തതെന്നും നായ് പദ്ധതിയെ പരാമർശിച്ച മായാവതി. കോൺഗ്രസ് ശ്രമിക്കുന്നത് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയെ പരോക്ഷമായി സഹായിക്കാനെന്നും വിമർശനം. UPയിൽ BJP തോൽപ്പിക്കാനോ തിരഞ്ഞെടുപ്പ് ജയിക്കാനോ അല്ല, പാർട്ടി വളർത്താനാണ് കോൺഗ്രസ് ശ്രമമെന്ന് SP അധ്യക്ഷൻ അഖിലേഷ് യാദവ്. വ്യാഴാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്ന പടിഞ്ഞാറൻ UPയിലെ സഹാറൻപൂർ മണ്ഡലത്തിലെ ദേവ്ബന്ദാണ് ആദ്യ സംയുക്ത റാലിക്ക് വേദിയായത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന അന്ന മാത്യു ചേരും. നമസ്കാരം.